ഒരു ശക്തമായ രീതിയിലുള്ള തിരക്ക് ആദ്യ മണിക്കൂറുകൾ അനുഭവപ്പെടുന്നുണ്ട്. ശരി, എബിയിലേക്ക് തിരികെ എത്താം. ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, കടുത്ത പ്രചാരണമായിരുന്നു ഇടുക്കിയിൽ നടന്നിരുന്നത്. അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അതെല്ലാം ഈ അധ്വാനമെല്ലാം വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ മുന്നണികളും. പക്ഷേ ഒപ്പം അറിയേണ്ടത് വന്യമൃഗശല്യം ഏറുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോളിംഗിനെ ഇത് ബാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് ഇടുക്കി ജില്ല. ഇന്ന് രാവിലെ ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. ഈ കാട്ടാനക്കൂട്ടത്തെ ആറാട്ട് സംഘം തുരത്തിയതോടെയാണ് ചിന്നക്കനാൽ മേഖലയിലുള്ള ആളുകൾ, സംഘടനകളുള്ള ആളുകൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ഏതായാലും ഇടുക്കിയിലെ ഏകദേശം 6% പോളിംഗിലേക്ക് കടന്നു എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇടുക്കിയിൽ വിധി നിർണ്ണയിക്കുന്നത് 12,51,189 വോട്ടർമാരാണ് ഈ ഇടുക്കിയിൽ വിധി നിർണ്ണയിക്കുന്നത്. ഏതായാലും ഇടുക്കിയിലേക്ക് വരുവാണെങ്കിൽ ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും ഇതൊരു 3ാം അംഗത്തിനാണ് ഈ മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 3 മുന്നണികളും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരുന്നു. ഇടുക്കിയെ പിടിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് നടത്തി വന്നിരുന്നത്. വന്യമൃഗശല്യം, അതോടൊപ്പം തന്നെ ബഫർ സോൺ വിഷയങ്ങള്, ഭൂ വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി 3 മുന്നണികളും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ആണ് നടത്തിയിരുന്നത്. ഏതായാലും ഇടുക്കിയിൽ ആരാണ് വിജയിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുമുള്ളത്. ഏതായാലും ഇടുക്കി ഇപ്പോൾ 6% പോളിംഗ് കടന്നിരിക്കുന്നത്. ഏതായാലും ഡീൻ കുര്യാക്കോസ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇടുക്കിയിൽ താൻ തന്നെ വിജയിക്കും, അത് യാതൊരു മാറ്റവുമില്ല. മൂന്നാം അംഗത്തിന് പുറപ്പെട്ട താൻ ഇടുക്കിയിൽ താൻ തന്നെ വിജയിക്കുമെന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജോയ്സ് ജോർജ് അല്പസമയത്തിനകം തന്നെ ഇടുക്കിയിൽ വോട്ട് രേഖപ്പെടുത്തും. സംഗീത വിശ്വനാഥൻ തൃശ്ശൂരിൽ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ഏറ്റവും ദുർഘടമായ ഒരു പ്രദേശമാണ് ഇടമലക്കുടി. ഇടമലക്കുടിയിൽ കനത്ത പോളിംഗ് ആണ് ഈ ഇടമലക്കുടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇടമലക്കുടിയിൽ ഏകദേശം 1800 സംതിങ് ആളുകളാണ് ഈ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം, ഇടുക്കിയിലെ ഒരു ഇരട്ട വോട്ട് പിടികൂടിയിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥനാണ് പിടികൂടിയത്. ഇടുക്കി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 57 നമ്പർ ബൂത്തിലെത്തിയ ആളെയാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ ഇവർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിരലിലെ മഷി പൂർണ്ണമായും മായ്ക്കുവാൻ സാധിക്കാതെ എത്തിയ ഒരു വനിതയാണ് ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചത്. ഇവരുടെ ഭർത്താവ് മുമ്പ് തന്നെ ബൂത്തിലെത്തി തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ഈ ഇത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെ ഉന്നയിച്ചിരുന്നു. ഇരട്ട വോട്ടുകൾ കൂടുതലായി ഈ പിരിമേടും നെടുങ്കണ്ട ഉടുമ്പൻചോല ഭാഗങ്ങളിൽ ഈ ഇരട്ട വോട്ടുകളുണ്ട്, കൃത്യമായി അന്വേഷിക്കണം എന്നുള്ള രീതിയിലെല്ലാം തന്നെ BJP ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം തന്നെ ഇപ്പോൾ ഒരു തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഇരട്ട വോട്ട് ആയ ഒരാളെ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഇയാളെ തിരികെ മടക്കി അയച്ചിട്ട് ബാക്കിയുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇടുക്കിയിൽ ഈ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ 7717 പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഈ വോട്ടെടുപ്പിൽ ദിനത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ 144 നിരോധനാജ്ഞയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 6 മണി വരെയാണ് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഈ വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് സുഗമമായി നടക്കാൻ യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി നടക്കാൻ വേണ്ടിയാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പോളിംഗ് 6% അധികം എത്തിയെന്നാണ് ഇടുക്കിയിലെ എന്ന് പറയാൻ സാധിക്കുന്നത്. വിദ്യ. ശരി ബിനീഷ്, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എങ്ങനെയാണ് പോളിംഗ്